കാസർഗോഡ് ഗസ്റ്റ് ഹൌസിൽ വനിതാ കമ്മീഷൻ ജില്ലാതല സിറ്റിംഗ് നടന്നു. വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിശയുടെ നേതൃത്വത്തിൽ നടന്ന സിറ്റിംഗിൽ 7 പരാതികൾ തീർപ്പാക്കി. 32 പരാതികളായിരുന്നു പരിഗണിച്ചത്. വിശ്വാസങ്ങളുടെ പേരിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിശ പറഞ്ഞു. കരുതലിന്റെ കാവൽ ഇനി ഇവിടെ. വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കാസർഗോഡ്. കാസർഗോഡ് സിറ്റിങ്ങിൽ ടോട്ടൽ 32 കേസാണ് കമ്മീഷൻ്റെ മുന്നിൽ നിന്ന് വന്നിട്ടുള്ളത്. അതിൽ 7 കേസ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഒരു കേസ് ജാഗ്രതാ സമിതിക്ക് വിട്ടിട്ടുണ്ട്, ഒരു കേസ് DLSAക്ക് വിട്ടിട്ടുണ്ട്, ഒരു കേസ് TLSA. 25 കേസ് അടുത്ത സിറ്റിങ്ങിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. വിശ്വാസങ്ങളുടെ പേരിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന പ്രവണത അവസാനിപ്പിക്കണം. കാരണം എന്ന് വെച്ചാൽ മതപരമായിട്ടും ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന വ്യാജേന സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും സ്ത്രീകളെ മാനസികവും ശാരീരികവും സാമ്പത്തികവുമായി ചൂഷണം ചെയ്യാനുള്ള വഴിയായി ചിലർ കാണുന്നു. വീട്ടിലെ അനർത്ഥങ്ങൾക്ക് കാരണം പോലും വിവാഹം കഴിച്ചു കൊണ്ടുവന്ന സ്ത്രീയാണെന്ന രീതിയിൽ ചിന്തിക്കുന്ന ഭർത്തൃ വീട്ടുകാർ ഇപ്പോഴുമുണ്ട്. വിശ്വാസത്തെ ചൂഷണം ചെയ്ത് ഫോണിലൂടെ ഭാര്യയെ മൊഴിചൊല്ലുന്ന അവസ്ഥ ഈ കാലഘട്ടത്തിലും ഉണ്ടാകുന്നു എന്നത് ഏറെ വേദനാജനകമാണ്. ഇന്നിപ്പം കാസർഗോഡ് സിറ്റിങ്ങിൽ അത്തരത്തിലുള്ള ഒരു കേസ് വന്നത്, ഭർത്താവ് പറയുന്നത് ഞാൻ തലാക്ക് ചൊല്ലിയിട്ടുണ്ട് എന്നാണ്, ഭാര്യ തലാക്ക് ചൊല്ലിയതുപോലും അറിഞ്ഞിട്ടില്ല എന്നാണ് ഇന്നത്തെ ഒരു പരാതിയിൽ ഉണ്ടായിട്ടുള്ളത്. വിദ്യാസമ്പന്നരായ സ്ത്രീകൾ പോലും ഇത്തരം ചതിയിൽ പ്രതികരിക്കാതിരിക്കുന്നത് അവസ്ഥ കൂടി വരികയാണ്. അതോടൊപ്പം നിലനിൽക്കുന്ന നിയമപരമായ പരിരക്ഷ എന്താണെന്നും വിദ്യാസമ്പന്നരായ പെൺകുട്ടികൾ പോലും മനസ്സിലാക്കുന്നില്ല. നമുക്ക് നിയമപരമായിട്ടുള്ള ഒട്ടനവധി പരിരക്ഷകളുണ്ട്, പക്ഷേ ഇത്തരത്തിലുള്ള ഒരു തലാഖൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് നിയമപരമായിട്ടുള്ള അറിവ് നമ്മളെപ്പോഴും നമ്മുടെ സ്ത്രീകൾക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തി സാമൂഹ്യ ബോധവൽക്കരണം ശക്തമായ രീതിയിൽ വനിതാ കമ്മീഷൻ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്.